വയനാടിന്റെ പുനരധിവാസത്തിനായി വ്യക്തികളും സംഘടനകളും അകമഴിഞ്ഞ പിന്തുണയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് വട്ടിയൂർക്കാവിലാണ്. വലിയവിള ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രവൃത്തി ഇവിടെ വളരെ വ്യത്യസ്തമായ ഒരു കാര്യമാണ്. ഈ മരം മുറിച്ച് അതിന്റെ മരക്കമ്പുകൾ തൂക്കി വിൽപ്പന നടത്തി അതിൽ നിന്ന് സമാഹരിക്കുന്ന ധനം ഈ സഹായ നിധിയിലേക്ക് നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ യുവജന പ്രസ്ഥാനത്തിന്റെ പ്രവൃത്തിയാണ് നടക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആശയത്തിലേക്ക് പോയത്? റീബിൽഡ് വയനാട് ഡിവൈഎഫ്ഐ എല്ലായിടങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള ചലഞ്ചുകളിലൂടെയാണ് ഈ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് തന്നെ ഒട്ടനവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ ചലഞ്ചിന്റെ ഭാഗമായിട്ട് പലയിടങ്ങളിലും വാളയം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പല മേഖലാ കമ്മിറ്റികൾ, യൂണിറ്റ് പ്രദേശങ്ങളിലെ സഖാക്കൾ, ഇതിനോടൊപ്പം തന്നെ പല പ്രവർത്തനങ്ങളിൽ അവർ വ്യാപൃതരാണ്. ഇന്നിവിടെ വലിയവിള മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്നലെ തുടങ്ങിയ പ്രവർത്തനമാണ്. മരക്കൊമ്പുകൾ അരങ്ങി അതിനെ വിറകാക്കി മാറ്റി ഇന്നലെ തൊട്ടേ തുടങ്ങി. അപ്പൊ അവർ കിട്ടുന്ന സമയം പലയിടങ്ങളിൽ പണിയെടുക്കുന്നവരാണ്. അവരുടെ സമയത്തിനനുസരിച്ച് ഇപ്പൊ ഇന്നും ശനിയും ഞായറും കൊണ്ട് മാക്സിമം ഈ പ്രവർത്തനങ്ങൾ കുറച്ച് കൂടുതലായി ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് രാവിലെ മുതൽ, എനിക്ക് തോന്നുന്നു 6 മണി മുതലേ സഖാക്കൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ 6 മണി തൊട്ട് ഇവർ ഈ പ്രവർത്തനത്തിൽ മുഴുകിയിരിക്കുകയാണ്. അപ്പൊ ഇത് എല്ലാ തരത്തിലും സമൂഹത്തിലാകെ നമ്മൾ വയനാടിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു വലിയ പോരാട്ടത്തിലാണ്. സർക്കാരിനോടൊപ്പം ചേർന്നുകൊണ്ട് തന്നെ ഡിവൈഎഫ്ഐ ഇതിനോടകം തന്നെ ഒട്ടനവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഡിവൈഎഫ്ഐ വലിയവിള മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഇത്തരത്തിലൊരു പ്രവർത്തനം കാഴ്ചവെക്കുന്നത്. ഇതുപോലുള്ള ദുരന്തത്തിന് ഇരയാകുന്നവർ അവർ സ്വാഭാവികമായും പതറിപ്പോവും. ജീവിതം ഇനി അങ്ങോട്ട്, തൊഴിൽ നഷ്ടപ്പെട്ടു, ഉറ്റവരെ നഷ്ടപ്പെട്ടു, വീട് നഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ അവരെ ചേർത്ത് നിർത്തുക, അതിനൊപ്പം തന്നെ ഈ യുവജന പ്രസ്ഥാനങ്ങളുടെ പങ്കാളിത്തം. ഇപ്പൊ തന്നെ നമ്മൾ രാവിലെ വരുമ്പോൾ ധാരാളം ചെറുപ്പക്കാരുണ്ട്. അങ്ങനെ ഒരു മനസ്സ്, അതിന്റെ ഒരു താല്പര്യം, ഇതെല്ലാം തന്നെ ഇതിനകത്ത് ഉൾച്ചേർന്നിട്ടുണ്ട്. അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അതെ, നാടാകെ ഒന്നിച്ച് നിൽക്കുകയാണ്. ഇവിടെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ യുവതികളും യുവാക്കളും ഒന്നടങ്കം ഈ പ്രവർത്തനത്തിൽ എല്ലായിടങ്ങളിലും അവരാലാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ വീട് വെച്ചു കൊടുക്കുക. തുടക്കത്തിൽ 25 വീട് എന്നാണ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇപ്പൊ എല്ലായിടത്തുനിന്നും നല്ല പിന്തുണയാണ് ഡിവൈഎഫ്ഐക്ക് ഇതിനോടകം ലഭിച്ചിരിക്കുന്നത്. പാളയത്ത് തന്നെ ഇതിനു മുന്നേ തന്നെ ഒരു തട്ടുകട നടത്തുന്ന സന്തോഷേട്ടൻ നമ്മളോട് നമ്മുടെ ഈ പ്രവർത്തനം കണ്ടുകൊണ്ട് സ്റ്റുഡന്റ് സെന്ററിന്റെ തൊട്ട് താഴെയായിട്ട് നിൽക്കുന്ന സന്തോഷേട്ടനും കുടുംബവും നമ്മൾക്ക് ഈ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമ്മളോടൊപ്പം സഹകരിച്ചുകൊണ്ട് അവരുടെ ഒരു ദിവസത്തെ മുഴുവൻ വിറ്റുവരവും, ലാഭമൊന്നും എടുക്കാതെ വിറ്റുവരവും, അവരുടെ എല്ലാ നഷ്ടവും സഹിച്ചുകൊണ്ടാണ് അവർ ആ ദിവസത്തെ തുച്ഛമായി കിട്ടുന്ന വരുമാനം ഡിവൈഎഫ്ഐയുടെ ഈ ചലഞ്ചിന് വേണ്ടിയിട്ട് അവർ കൊടുക്കാൻ വില്ലിങ് ആയത്. ഇത്തരത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് 1 രൂപയെങ്കിൽ 1 രൂപ അത് സഹായമായി എത്തിക്കുക എന്നത് തന്നെയാണ് ലക്ഷ്യം. അത് ഈ പറഞ്ഞതുപോലെ പ്രളയകാലത്തും ഈ ഡിവൈഎഫ്ഐ ആക്രി ചലഞ്ചിലൂടെ, പേപ്പർ കളക്ഷനിലൂടെ, അതുപോലെ ചെറിയ ചെറിയ പണികളിലൂടെ നമ്മുടെ വലിയവിള ജംഗ്ഷനിൽ മീൻ വരെ എടുത്തുകൊണ്ടുവന്ന് വിറ്റ് നമ്മൾ പൈസ അടച്ചിട്ടുള്ളവരാണ്. കാരണം ഈ ദുരന്തം എന്ന് പറയുന്നത് കേരളത്തിലെ മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും പറ്റിയ ദുരന്തമായിട്ടാണ് ഡിവൈഎഫ്ഐ കാണുന്നത്. അതിലെ ഈ പറയുന്ന ചെറുപ്പക്കാരും ഞാനടക്കമുള്ള നമ്മുടെ ഈ വലിയവിള പ്രദേശത്തുള്ള മുഴുവൻ പേരും സഹകരിച്ചിട്ടുണ്ട്. കാരണം ഈ വലിയവിള പ്രദേശത്തുള്ള എല്ലാ നാട്ടുകാരും ഞങ്ങളെ സഹായിച്ചിട്ടതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് അത് കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം ഒരു ഇടതുപക്ഷ മനസ്സ് എന്നും നമ്മുടെ കേരളത്തിലെ എല്ലാവരുടെ ബോധമനസ്സിൽ ഉള്ള കാര്യമാണ്. കാരണം നമ്മൾ പല വ്യക്തിപരമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളിലുണ്ടെങ്കിൽ പോലും ഒരാൾക്കൊരു ആപത്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സഹായിക്കാനുള്ളൊരു മനസ്സ്, അതാണ് ഈ കേരളത്തിന്റെ ഇടതുപക്ഷ മനസ്സ്. ആ മനസ്സാണ് ഇപ്പൊ നമ്മളെല്ലാവരും തുറന്നു കാണുന്നത്. കാരണം എല്ലാവരും പല ഇടങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ്. ഞാനടക്കമുള്ള എല്ലാവരും പ്രൈവറ്റ് സ്ഥാപനങ്ങളിലാണ് വർക്ക് ചെയ്യുന്നത്. സമയത്തിന് കയറണം. അപ്പോൾ നമ്മൾ സമയം കണ്ടെത്തി ആ സമയത്തിൽ വെച്ചുകൊണ്ട് നമ്മൾ പണി പൂർത്തിയാക്കി കൊടുക്കും. കാരണം ഇത്രയും പണി പൂർത്തിയാക്കി കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു വരുമാനം, അത് നമുക്ക് എത്രയാണോ അത്രയും കൊടുക്കാൻ കഴിയും. കാരണം അതിനെ സഹായിച്ചത് ശ്യാമാണ്. ശ്യാം ഇവിടെ മേഖല പ്രസിഡന്റായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ശ്യാം ഇവിടെ പറയുകയും അങ്ങനെ ഇവിടുത്തെ മേഡം നമുക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞ് പുറത്തു കൊടുക്കുന്ന പണി ഞങ്ങൾക്ക് അവർ തരികയും ചെയ്തു. അപ്പൊ ശ്യാം കുറച്ച് ഞങ്ങൾ രാവിലെ വരുമ്പോൾ തന്നെ ശ്യാം ഉൾപ്പെടെയുള്ളവർ ഈ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. പുലർച്ചെ തന്നെ ഈ സമയം കണ്ടെത്തി ഇതിലേക്ക് വന്നു. ഞാൻ ആദ്യം ചോദിച്ചതുപോലെ നമുക്ക് ഒരാൾ അല്ലെങ്കിൽ ഒരു കുടുംബം, ഒരു സമൂഹം, അവർ ആകെ പതറി നിൽക്കുമ്പോൾ അവർക്ക് സഹായം എത്തിക്കുക എന്നതാണ്. എങ്ങനെയാണ് ഇവിടുത്തെ ഒരു പങ്കാളിത്തം? ഞങ്ങള് പറഞ്ഞ പോലെ നേരത്തെ പ്രളയകാലത്ത് ഇതുപോലെ സാഹചര്യം, അപ്പം പ്രാവശ്യം ഇങ്ങനെ ഒരു ദുരന്തം വന്നപ്പോഴത്തേക്ക് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, അങ്ങനെ ഡിഎഫ് പല ചലഞ്ചുമായി ഏറ്റെടുത്തപ്പോൾ മേഖലാ കമ്മിറ്റി പല ചലഞ്ചായിട്ട് സ്ക്രാപ്പ്
അങ്ങനെ പലതരം ഇന്നിപ്പം അടുത്ത് തന്നെ നമ്മൾ ജ്യൂസിന്റെ ഒരു ജ്യൂസ് കട ഇടുന്നുണ്ട്. അതായത് ഇപ്പൊ ഇവിടെ ഈ മേഖല തന്നെയാണ്. മലയാള മേഖലയിലാണ്, അറപ്പുരയിലാണ്. അത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇന്ന് വൈകുന്നേരത്തോടെ അത് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ നമ്മൾ ഈ വിറവ് വെട്ടി ഇത് വിൽക്കും. അതിന്റെ തുച്ഛമായ വരുമാനം അത് ഈ ഫണ്ടിലോട്ട് വിനിയോഗിക്കാനാണ്. നമ്മളെ യുവജന പ്രസ്ഥാനം നമ്മൾ ഏറ്റവും കൂടുതൽ ഈ വീടിന്റെ കാര്യം പറയുന്നു, തൊഴിൽ, അതോടൊപ്പം തന്നെയാണ് കുട്ടികളുടെ വിദ്യാഭ്യാസം. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതിനു വേണ്ടിയുള്ള എന്തെങ്കിലും സമാഹരണമോ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളോ അതിനുവേണ്ടിയുള്ള മറ്റെന്തെങ്കിലും ആശയമോ ഒക്കെയും മനസ്സിലുണ്ടോ? സർക്കാർ ചെയ്യുന്നുണ്ട്. സർക്കാർ ചെയ്യുന്നുണ്ട്. സർക്കാരിനോട് ചേർന്ന് വേണ്ടി മാത്രമേ നമുക്ക് ഈ കാര്യത്തിലെല്ലാം ഇടപെടാൻ പറ്റുള്ളൂ. പിന്നെ പ്രസ്ഥാനം ഒരു വലിയൊരു ചലഞ്ചാണ് ഏറ്റെടുത്തിട്ടുള്ളത്. പെട്ടെന്നുള്ളൊരു തീരുമാനപ്രകാരമാണ് നമ്മൾ 25 വീടെന്ന് പറഞ്ഞത്. ഇപ്പോൾ 25 വീടിലല്ല ഒതുങ്ങി നിൽക്കുന്നത്. ഈ പറഞ്ഞതുപോലെ റീബിൽഡ് വയനാട് എന്ന് പറയുമ്പോൾ എല്ലാ കാര്യത്തിലും അവർക്ക് എന്തൊക്കെയാണ് നഷ്ടപ്പെട്ടത്. ഇന്നലെ തന്നെ മന്ത്രി പറഞ്ഞത് വയനാട്ടിലെ ഒരമ്മ മരിച്ച മകന് അമ്മയുടെ ദുഃഖം അറിയിക്കാതിരിക്കുക, അതുപോലെ തന്നെ ഒരു ഭർത്താവ് മരിച്ച അവർക്ക് അവരുടെ ആരുടെയും മരണ വേർപാട് അറിയിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു റീബിൽഡ് ആണ് എന്നാണ് മന്ത്രി പറഞ്ഞത്. അത് തന്നെയാണ് നമ്മുടെയും ഉദ്ദേശം. അതായത് ആർക്കും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് അവർ വേദനിക്കാൻ പാടില്ല. അത്തരത്തിലുള്ളൊരു വലിയ കാര്യത്തെ നമ്മൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്യുന്നത്. അത് പ്രസ്ഥാനം എന്താണോ പറയുന്നത്, ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി എന്താണോ തീരുമാനിക്കുന്നത്, അതിനനുസരിച്ച് മേഖലാ കമ്മിറ്റികളും അതിനനുസരിച്ച് യൂണിറ്റ് കമ്മിറ്റികളും പ്രവർത്തിച്ചുകൊണ്ട് ആ പൈസ നമ്മൾ ദുരിതാശ്വാസ നിധിയിലേക്ക് അടയ്ക്കാനാണ് തീരുമാനം. ഇതൊരു തുടർ പ്രവർത്തനമായി വയനാടിന്റെ റീബിൽഡ് പൂർണ്ണമാവുന്നത് വരെ ഒരു ഉത്തരവാദിത്തപ്പെട്ട യുവജന പ്രസ്ഥാനം എന്ന നിലയിൽ ഡിവൈഎഫ്ഐ ഇതിന്റെ തുടർ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നു. ഡിവൈഎഫ്ഐ തുടർ പ്രവർത്തനവുമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ നമ്മുടെ സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റും അടക്കം അവിടെ വയനാടിൽ നമ്മുടെ യൂത്ത് ബ്രിഗേഡിനോടൊപ്പമാണ്. യൂത്ത് ബ്രിഗേഡ് ഇപ്പോഴും അവിടെ ദുരിതം നടന്ന സ്ഥലങ്ങളിൽ നമ്മൾ വാർത്തകൾ കാണുന്ന കാഴ്ചകളൊക്കെ എല്ലാവരെയും കണ്ണു നിറയ്ക്കുന്നതാണ്. അപ്പൊ ആ പ്രദേശങ്ങളിൽ ഇപ്പോഴും ആ പ്രദേശത്തെ തിരിച്ചു കൊണ്ടുവരാൻ വളരെ സമയമെടുക്കും. പക്ഷേ എങ്കിലും സർക്കാർ മനുഷ്യനാൽ കഴിയുന്ന എല്ലാം മനുഷ്യന് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം നമ്മൾ ചെയ്യും. അത് അതിനോടൊപ്പം സർക്കാരിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് സർക്കാരിന്റെ കൂടെ നിന്നുകൊണ്ട് ഒരു യുവജന പ്രസ്ഥാനത്തിന് ചെയ്യാൻ പറ്റുന്നതിന്റെ ഏറ്റവും അങ്ങറ്റം ചെയ്യാനുള്ള തുടർ പ്രവർത്തനമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ദുരന്തമുഖത്ത് ആർജവമുള്ള പ്രവർത്തനം, അത് ആ ആർജവം എന്നതിനപ്പുറം അതൊരു മനുഷ്യസ്നേഹമായി മാറുകയാണ്. സഹായം ഒരു ഒഴുക്കായി എത്തുകയാണ്. അതിന്റെ മുൻനിരയിൽ ഉത്തരവാദിത്തപ്പെട്ട യുവജന പ്രസ്ഥാനം എന്ന നിലയിൽ തന്നെയാണ് ഡിവൈഎഫ്ഐയുടെ പ്രവർത്തനം. ഏതെല്ലാം മാർഗങ്ങളിലൂടെ അവർക്ക് സമാഹരിക്കാൻ കഴിയുമോ അതിന്റെ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ വിറക് ശേഖരണം പോലും ഒരു ഉത്തമമായ മാതൃകയാക്കിക്കൊണ്ട് തന്നെയാണ് സംഘടന മുന്നോട്ട് പോകുന്നത്. ബിപിൻ മുരളിക്കൊപ്പം വി വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം.